ഹലോ. 2 ദിവസം മുമ്പ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയായി. വളരെ ആങ്ഷ്യസ് ആയിട്ട് ഒരു പേഷ്യൻ്റാണ് എനിക്ക് ആ ലിങ്ക് ഫോർവേഡ് ചെയ്തത്. അതിൽ പറയുന്ന കാര്യം ഇതാണ്: ഗർഭാവസ്ഥയിൽ മാതാപിതാക്കൾ മുടി കൊഴിച്ചിലിന് വേണ്ടിയിട്ട് 5% മിനോക്സിഡിൽ സൊല്യൂഷൻ ഉപയോഗിച്ചപ്പോൾ അവർക്ക് പിറന്ന കുഞ്ഞിന് അമിതമായ രോമ വളർച്ച കാണാനിടയായി. ഇത് റിപ്പോർട്ട് ചെയ്തത് സ്പെയിനിലെ ഒരു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഈ ന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് കഞ്ചനൈറ്റൽ ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ബാധിച്ച കുട്ടികളുടെ ഫോട്ടോഗ്രാഫ്സ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കഞ്ചനൈറ്റൽ ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു ജനറ്റിക് കണ്ടീഷനാണ്. ഇതിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ തന്നെ അമിതമായ രോമ വളർച്ച കാണാറുണ്ട്. ചിലർക്ക് ശരീരം മുഴുവൻ രോമ വളർച്ച കാണാം, ചിലർക്ക് ചില ഭാഗങ്ങളിൽ മാത്രം, ഫേസിൽ മാത്രം ഉദാഹരണമായിട്ട് രോമ വളർച്ച കാണാം. അവരുടെ രോമം ഷേവ് ചെയ്ത് കളഞ്ഞാലും ഉടനെ തന്നെ അത് തിരിച്ച് വളരുന്നു. അതുകൊണ്ടാണ് ഈ കണ്ടീഷനെ വെയർവുൾഫ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് മിനോക്സിഡിൽ എന്ന് പറഞ്ഞ മരുന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫുൾ ലോകത്തിൽ ഒരു 50-100 പേഷ്യൻസ് മാത്രമേ ഈ കണ്ടീഷൻ ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഫോട്ടോഗ്രാഫാണ് ഈ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം അതിൽ കാണിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിൽ ഉള്ള കുട്ടി സ്പെയിനിലുള്ള കുട്ടിയൊന്നുമല്ല. ആ കുട്ടിയുടെ പേര് ജാരൻ എന്നാണ്. ആ കുട്ടി ഫിലിപ്പൈൻസിനുള്ള കഞ്ചനൈറ്റൽ ഹൈപ്പർട്രൈക്കോസിസ് ബാധിച്ച ഒരു പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഒരു ജേർണലിസം എനിക്ക് വളരെ അൺഎത്തിക്കലും ഇറസ്പോൺസിബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് മിനോക്സിലിനെതിരെ ഒരു പ്രൊപ്പഗാൻഡ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മിനോക്സിഡിൽ വർഷങ്ങളായിട്ട്, അതായത് ഏകദേശം 36 വർഷമായിട്ട് ആൻഡ്രോജനറ്റിക് അലോപേഷ്യയ്ക്ക് US FDA അപ്രൂവൽ നേടിയിട്ടുള്ള ഒരു മരുന്നാണ്. വളരെ എഫക്റ്റീവ് മരുന്നാണ്. എന്നാൽ മിനോക്സിഡിൽ ഗർഭാവസ്ഥയിൽ ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണ്. മിനോക്സിഡിൽ പ്രഗ്നൻറ്റ് ലേഡീസിന് അപ്രൂവ്ഡ് അല്ല, അത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ മിനോക്സിഡിൽ സൊല്യൂഷൻ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ മേൽ പറഞ്ഞ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ മിനോക്സിൽ ഉപയോഗിക്കുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ മിനോക്സിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പേഷ്യൻസ് ഭയപ്പെട്ടിട്ട് ഇത് വേണ്ട എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. മിനോക്സിൽ വളരെ എഫക്റ്റീവ് മരുന്നാണെങ്കിൽ പോലും, ഓവർ ദ കൗണ്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടുന്ന മരുന്നാണെങ്കിൽ പോലും, ഇത് ആരുപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എത്ര ഉപയോഗിക്കണം എന്നീ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരത്തിനായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുന്നതായിരിക്കും ഉത്തമം. നന്ദി, നമസ്കാരം.